ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്, പുറത്തുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ വീഡിയോ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റിലൂടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പം അങ്ങനെ വീഡിയോ ഇട്ട് കിടക്കാം കേട്ടോ. എൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ചെടികളും ഒക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ റമദാനായതുകൊണ്ട് നമുക്ക് നോമ്പണിച്ചിട്ട് നമ്മളെ ചെടികൾ നമ്മൾ പട്ടിണിക്ക് ഇടാൻ പാടില്ലല്ലോ. അപ്പോൾ അവരെ ഒന്ന് കെയർ ചെയ്യാൻ എന്നും നനക്കലും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ അടുത്തുനിന്ന് കണ്ടുള്ള കെയറിങ് ഉണ്ടാവുമല്ലോ. ചെടികളിൽ എന്തെങ്കിലും പുഴുക്കളുണ്ടോ അതുണ്ടോ എന്നൊക്കെ നോക്കൽ, അതൊന്നും നോക്കാറില്ല. നനച്ച് കാണാണ്ട് പോവലാണ് കേട്ടോ. റമദാനായതുകൊണ്ട് ഒരുപാട് പണികളാണല്ലോ. റമദാനിൽ പണിയില്ല എന്നറിയും, പക്ഷെ നല്ല പണിയാണ് കേട്ടോ. റമദാനിലാണ് എനിക്കൊക്കെ കൂടുതൽ പണി. അപ്പം അങ്ങനെ ചെടികളൊക്കെ ഒന്ന് നനച്ച് വളങ്ങളൊക്കെ കൊടുത്തു റെഡിയാക്കി. നമുക്ക് എന്ത് വിഷമങ്ങൾ ഉണ്ടായാലും നമ്മൾ അവരെ അടുത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ നനച്ച് അവരെ കെയർ ചെയ്ത് ഒക്കെ ആകുമ്പോൾ നമ്മളെ മനസ്സിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറും കേട്ടോ. ചെടികളായാലും ഇനി കോഴികളായാലും മൃഗങ്ങളായാലും ഒക്കെ കേട്ടോ. പിന്നെ അപ്പം അങ്ങനെ ഇന്ന് സാലു എറണാകുളത്തേക്ക് പോകുന്ന ദിവസമാണ്. അപ്പം അങ്ങനെ ഓന് പോവുകയാണ് കേട്ടോ. ഓൻ്റെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. എക്സാമാണ് തിങ്കളാഴ്ച. അപ്പം അങ്ങനെ ഓന് ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു. ഓനത് കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ. പിന്നെ ഓന് പോയതിൻ്റെ ശേഷം പിന്നെയും ചെടികളിലേക്ക് ഇറങ്ങി കേട്ടോ. കുറച്ച് കെട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളങ്ങളൊക്കെ കൊടുത്ത് വെള്ളം കൊടുത്തു. ഇനി മറ്റേ ചട്ടിയിലേക്ക് ഇറങ്ങിയിരുന്നു കേട്ടോ. തൂങ്ങിക്കുന്ന ചെടികളൊക്കെ. അപ്പോൾ അതൊന്ന് വെട്ടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അപ്പുറത്ത് കൂടെ പോകണം. അതിലൊന്നും വെട്ടാൻ കഴിയില്ല. അപ്പം അങ്ങനെ അപ്പുറത്ത് കൂടെ അങ്ങനെ പോയി അത് വെട്ടി റെഡിയാക്കണം കേട്ടോ. ഈ ചെടി ഇവിടുന്ന് ഒഴിവാക്കാനേ തോന്നൂല കേട്ടോ. നമുക്ക് നല്ലൊരു മറവാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ അടുത്ത വീട്ടിൽ പണിക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. വീട് പണിയൊക്കെയാണ്. അപ്പോൾ അവർ അങ്ങനെ ഇങ്ങോട്ട് കാണുന്നില്ല കേട്ടോ. അവർ പുറത്ത് പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് ശ്രദ്ധയും നോട്ടൊന്നും എത്തൂല കേട്ടോ. നല്ലൊരു ഇതാണ് കേട്ടോ. നമുക്ക് എപ്പോഴും പുറത്തിറങ്ങുകയൊക്കെ ചെയ്യാം. നമ്മൾ കിച്ചൻ്റെ ഭാഗത്താകുമ്പോൾ നമ്മളെപ്പോഴും പുറത്ത് തന്നെ അല്ലേ കാരം. അപ്പം അങ്ങനെ അതൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ. നല്ലൊരു ഉപകാരമാണ് എനിക്ക് ആ ഒരു ചെടീനെ കൊണ്ട്. പിന്നെ കലാത്തിയൻ്റെ കുറച്ച് ഇലകളൊക്കെ പഴുത്തിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് റെഡിയാക്കണം. കുറച്ചൊരു ടൈം ഇതിമ നിൽക്കണം കേട്ടോ. ചെടികളായാൽ പിന്നെ അങ്ങനെയാണല്ലോ, എല്ലാം കെയർ ചെയ്യണമല്ലോ. നമ്മളെ മക്കളെ പോലെ തന്നെ നമ്മൾ കെയർ ചെയ്താലേ നമ്മളോടും അവർക്കൊരു സ്നേഹം ഉണ്ടാവുള്ളൂ. നമ്മൾ അപ്പം നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ കെയർ ചെയ്ത് നനച്ച് നല്ല ഇതിലാവുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഇത് വളവുമില്ല ഒന്നുമില്ലാതെ അങ്ങനെ വെക്കുമ്പോൾ ഒരു ക്ഷീണിച്ചുകൊണ്ടൊരു ചെടികളാവും വലിയ ഉഷാറൊന്നും ഉണ്ടാവില്ല. ചില വീടുകളിലൊക്കെ കാണാമല്ലോ, ചെടി ഉണ്ടാക്കും പക്ഷെ അവരേക്കായിട്ടുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നില്ല. പിന്നെ അങ്ങനെ അത് ഉണ്ടാക്കുന്നവരും ഉണ്ട് കേട്ടോ. ചെടിക്ക് ഇഷ്ടമാണ്, പക്ഷെ ചെടികളോട് നോക്കും പിടിക്കൊന്നുമില്ല. അതെന്തപ്പോൾ അതുകൊണ്ട് കാര്യം. നല്ലൊരു ഫ്രഷായിട്ട് ഉള്ള ചെടികളൊക്കെ ആയിട്ട് നിൽക്കുള്ളൂ. നല്ല രസമാണല്ലോ കാണാൻ നമുക്ക് പച്ചപ്പുല്ലിങ്ങനെ നിൽക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇതിങ്ങനെ കായകളൊക്കെ വന്നിരിക്കണം കേട്ടോ, പൂക്കളൊക്കെ വന്നിരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയാൽ എന്നാലും അടുത്ത് അതുണ്ടായാൽ പിന്നെ അത് ചെടികൾ വളർച്ച മുരടിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ അടിയിൽ നിന്ന് പൊട്ടി മുളച്ച് വരും കേട്ടോ. അതിപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ അത് തന്നെയാണ്. ആ ഒരു മുള ഇങ്ങനെ വന്നുകൊണ്ടുണ്ട്. അപ്പോൾ ആദ്യത്തൊക്കെ പോയിട്ട് ഇപ്പോൾ പുതിയ തൈകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെട്ടി ഒഴിവാക്കണം. ആദ്യത്തൊക്കെ ആദ്യം കുഴിച്ചിട്ടതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ട്
ആദ്യം വളർന്നു വന്നതും നല്ല മുരടിച്ച് നിൽക്കണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ഒഴിവാക്കി റെഡിയാക്കിയപ്പോൾ ചെറിയ ഇലകളൊക്കെ വന്നുകൊണ്ടുള്ള ഇതായിരിക്കണം കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് വാരി എടുത്ത് ഒഴിവാക്കണം. പിന്നെ മുറ്റടിക്കാണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കേട്ടോ. പെണ്ണായാൽ നമ്മളെ വീട്ടിലുള്ള പണികളൊക്കെ നമ്മൾ ചെയ്ത് നല്ല വൃത്തിയിൽ കൊണ്ടുവന്നാൽ നമ്മളെ വീടും നല്ല ബർക്കത്തുണ്ടാവും. നമ്മൾ അതിനനുസരിച്ച് കൊണ്ടുനടക്കുമ്പോൾ അതിനായിട്ടുള്ള ഒരു വൃത്തികളും കാണും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കണം. എനിക്കങ്ങനെ പൊടി ചളി അങ്ങനത്തെ ഒന്നും വരുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും തന്നെ വയ്യാണ്ടായാലും ഞാനത് എടുക്കും. എന്നിട്ട് എപ്പോഴും ചീത്ത പറയും, ഇങ്ങനെ വയ്യെങ്കിലും ഇങ്ങനെ എടുത്തോറാണ്. അപ്പോൾ കാലിന് മുട്ടുവേദനയൊക്കെയാണ്. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണ്ടേ, ഒരാളെ കിട്ടാനും ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യാനുള്ള ഏത് വയ്യെങ്കിലും നമ്മൾ ചെയ്യൂട്ട. മടിയില്ലാത്തൊരു കാര്യമാണ് കേട്ടോ എനിക്ക്. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഒരു മടിയില്ല, വയ്യാത്ത കേടുള്ളൂ. പിന്നെ കുറച്ച് ചീരകളുണ്ട്. അപ്പോൾ അതൊന്ന് ഇപ്പോൾ ഞാൻ റമദാനിൽ ഇങ്ങനെ കുഴിച്ചിട്ടതാണ് കേട്ടോ. കുറച്ച് ചീരകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ലോണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വീഡിയോയിൽ തന്നെ കാണാം, നമ്മൾ ഷോർട്ടിലൊക്കെ കാണാം. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നമുക്കായിട്ടുള്ളത് ഇങ്ങനെ, ഞങ്ങൾക്ക് പെരച്ചത് ചോറാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പച്ചച്ചീര ഉണ്ടാക്കി. ചുവന്നത് കിട്ടിയില്ല കേട്ടോ. ചുവന്ന ചീര ഉണ്ടായിട്ടില്ല, കുഴിച്ചിട്ട് വല്ലാതെ റെഡി ആയില്ല. അപ്പോൾ പിന്നെ പച്ചച്ചീര എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ പയറും അതുപോലെ കുഴിച്ചിട്ടിട്ടുണ്ട്. അത് ഇങ്ങനെ വള്ളി വെക്കാനയക്കണ്. അപ്പോൾ അത് ഞാനിങ്ങനെ കൊള്ളി കുത്തി കൊടുത്താണ് കേട്ടോ. കോട്ടൽ കുത്തി കൊടുക്കുക പറഞ്ഞ മാതിരി അത് കുത്തി കൊടുത്തതാണ്. പിന്നെ പടവല കണ്ടില്ല മേലേക്ക്, അത് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ, പടർന്ന് വരുന്നുള്ളൂ, ഒന്നും ആയിട്ടില്ല. ചീരല നല്ല കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 5-6 പ്രാവശ്യം ഇപ്പോൾ അറുത്തു. ഇവിടെ അതുപോലെ ഞാൻ അവിടുന്ന് പറിച്ച് ഇങ്ങനെ ചാല് കീറി വെച്ചതാണ് കേട്ടോ. നല്ല കരുത്തിലുണ്ടായിട്ടുണ്ട്. പിന്നെ കോഴിക്കാഷ്ടമുണ്ട്, അപ്പോൾ അത് ഇട്ട് കൊടുക്കും ചെയ്യും. പിന്നെ NPK വളമില്ലേ, അതും കുറച്ചിട്ട് കൊടുക്കും. അപ്പം അങ്ങനെ ഞാനും നമ്മളും കൂടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെട്ടി കൊടുക്കും, ഓള് പിടിക്കും. അങ്ങനെ ആയിട്ട് ഞാനൊരു കയ്യിലൊരു ഫോണും അല്ലേ, ആ വീഡിയോ എടുക്കണമുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഓളോട് പിടിക്കാൻ പറഞ്ഞതാണ്. അപ്പം അങ്ങനെ ഓളും ഞാനും കൂടി ചീര എടുത്തു. ഇനി പെലച്ചൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ചാൽ ഇനി പെലച്ചാവുമ്പോൾ രാത്രി ഉണ്ടാക്കാമല്ലോ. അപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ. പരിപ്പും ചീരയും എന്നും ചീര തന്നെ, ഉപ്പേരിക്ക് എന്നുള്ളത് തന്നെ കേട്ടോ. ചീരയോട് താളിപ്പും പിന്നെ പരിപ്പും ചീരയും വെക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് പോകട്ടോ. മീൻ പൊരിച്ചതും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇവിടെ എന്നും ചോറ് തന്നെയാണ് പെലച്ചക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല ചിലവാണ് ഈ കറി. പിന്നെ ഇലക്കറികളാണല്ലോ പെലച്ചക്ക് അധികം നല്ലത്. അപ്പം അങ്ങനെ ചീര എടുത്തു. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ചീര, ഒന്നും കച്ചറകളൊന്നും ഇല്ല കേട്ടോ.